ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എഗ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാറ്. കുറച്ച് കാലമായി കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് അടിച്ചു വിളിക്കണ്ടേ? എക്സാമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എക്സാം വരുന്നതിന് മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വേറെ ഒന്നുമല്ല, സോഷ്യൽ സയൻസിൽ ഈ ഭാഗം പഠിക്കാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഈ ഭാഗം പഠിക്കാണ്ട് പോയാൽ പണി കിട്ടും. എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം പറയുകയാണ്. മാക്സിമം കൂട്ടുകാരോടൊക്കെ പറയണം. ഏകളിൽ ഫ്രീ ക്ലാസ്സുകളുണ്ട്, ഫ്രീ നോട്ടുകളുണ്ട്, ഫ്രീ മെറ്റീരിയൽസ് ഉണ്ട്, ഫ്രീ മെന്ററിംഗ് ഉണ്ട്. എല്ലാം ഫ്രീ ആണെന്ന് പറയണം. വേഗം കയറി വരാൻ പറയണം. 8ാം ക്ലാസ് പൊളിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ആ കാര്യം? നമ്മുടെ വാട്ടർ ഓൺ എർത്ത്, ഭൂമിയിലെ ജലം എന്നുള്ള ചാപ്റ്ററിന്റെ അവസാന ഭാഗം നമ്മളത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കും. അത് പഠിക്കേണ്ടടാ, ഇമ്പോർട്ടൻ്റ് അല്ലടാ, വേണ്ടടാ, നോക്കണ്ടടാ എന്നൊക്കെ പറയും. വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു തല ഇങ്ങനെ കിറുങ്ങുന്ന മാതിരിയൊക്കെ തോന്നും. പക്ഷേ അതിൽ നിന്ന് നമുക്കൊരു 5 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന 5 മാർക്കാണ് മാക്സിമം വരിക, അല്ലെങ്കിൽ 4 മാർക്ക്. 5ഓ 4ഓ നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമുക്ക് നോക്കിയാലോ എന്താണ് ആ ഭാഗം എന്നുള്ളത്. വേറൊന്നുമല്ല, ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ വാട്ടർ കൺസർവേഷൻ. നമുക്കറിയാം, ജലസംരക്ഷണം, ജലത്തെ നമ്മൾ സംരക്ഷിക്കണം, വാട്ടറിനെ കൺസർവ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മണ്ണാണ് ഏറ്റവും വലിയ സ്റ്റോർ ഹൗസ് ഓഫ് വാട്ടർ എന്നുള്ളത്. ജലസംഭരണി മണ്ണാണ്. മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചാൽ മണ്ണ് അതിനെ വലിച്ചെടുക്കുന്നുണ്ട്. ശരിയാണ്. ഓരോ തുള്ളി മഴവെള്ളവും വീഴുന്ന സ്ഥലത്ത് തന്നെ താഴെ നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി അനുവദിക്കണം. അതാണ് ജലസംരക്ഷണത്തിലെ അടിസ്ഥാന തത്വം. ആദ്യം ഞാൻ മലയാളം വായിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മഴ എല്ലാവർക്കും അറിയുന്നതാണ്. മഴ പെയ്യുന്നിടത്ത് തന്നെ മഴവെള്ളം താഴോട്ട് ഇറങ്ങി ചെല്ലണമെന്നാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വാട്ടർ കൺസർവേഷൻ പറയുന്നത്. ജലസംരക്ഷണത്തിന്റെ അടിസ്ഥാന തത്വം എന്താന്ന് വെച്ചാൽ, അങ്ങനെയല്ല പറയാം, തത്വമല്ല, തത്വം. യെസ്, എന്താന്ന് വെച്ചാൽ മഴ എവിടെയാണോ പെയ്യുന്നത്, എവിടെയാണോ വീഴുന്നത്, അവിടെ തന്നെ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി ചെല്ലണം. അങ്ങനെയാണോ മഴവെള്ളം കുത്തി ഒലിച്ച് പോവില്ല ചെയ്യാറുള്ളത്? ശരിയല്ലേ? അപ്പൊ നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ലെറ്റ് us collect റെയിൻ വാട്ടർ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയും. ഹാർവെസ്റ്റിംഗ് ഓഫ് റെയിൻ വാട്ടർ. മഴവെള്ളം ശേഖരിക്കാം, മഴവെള്ളം സംഭരിക്കാം. നമുക്ക് കേരളത്തിൻ്റെ കഥയൊക്കെ അവിടെ കിടന്നോട്ടെ, ഇത് എത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. 70% വെള്ളവും നമ്മുടെ കേരളത്തിൻ്റെ കിടപ്പ് കണ്ടിട്ടില്ലേ? ഒരു ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഒരു ഭാഗത്ത് മല, ഒരു ഭാഗത്ത് കടൽ. അപ്പോൾ ഇതാ ചെരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പം മലയോര മേഖലകളിൽ, മൗണ്ടെയ്ൻസിലൊക്കെ മഴ പെയ്യുന്ന സമയത്ത് മുഴുവൻ വെള്ളവും കടലിലേക്ക് ഏകദേശം ഒഴുകി അങ്ങ് പോകും. ഏകദേശം 70% വെള്ളവും അങ്ങനെ നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, യെസ്, അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കാം. എവിടെയാണ് ഈ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്? മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. നമ്മളതിനെ തണ്ണീർത്തടങ്ങൾ, വെറ്റ്ലാൻഡ് എന്നൊക്കെ പറയാറുണ്ട്. വെറ്റ്ലാൻഡ് നമ്മളതിനെക്കുറിച്ച് ഈ ചാപ്റ്ററിന് വേറെ സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. വെറ്റ്ലാൻഡ് അഥവാ തണ്ണീർത്തടങ്ങൾ എന്നൊക്കെ പറയും. ഓക്കെ, നോക്കടാ. ഫോറസ്റ്റ്, പോണ്ട്, വെറ്റ്ലാൻഡ്, ഇതാണ് വെറ്റ്ലാൻഡ്. സേക്രഡ് ഗ്രോവ്സ്, നാച്ചുറൽ മീൻസ് ടു സിങ്ക് എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ സ്ഥലങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഈ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ട. വനങ്ങള്, കുളങ്ങള്, തണ്ണീർത്തടങ്ങൾ, കാവുകളൊക്കെ. ഓക്കെ, ലിസൺ. ഇനി എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, മനുഷ്യന്മാർ ഓരോ പണി ചെയ്തിട്ട് അതിനെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മരങ്ങളൊക്കെ വെട്ടിയിട്ട് വനങ്ങൾ നശിപ്പിക്കുക, തണ്ണീർത്തടങ്ങളൊക്കെ മണ്ണിട്ട് നികത്തുക, അപ്ഗ്രേഡേഷൻ എന്നൊക്കെ പറയും, ഗ്രേഡേഷൻ. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, പോണ്ടുകളൊക്കെ മണ്ണിട്ട് നികത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ നാച്ചുറൽ സിങ്ക് ഓഫ് റെയിൻ വാട്ടർ ഡിസപ്പിയർ ആവാണ്. പ്രകൃതിദത്തമായ മഴവെള്ള സംഭരണികൾ, മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിൽ, നമ്മുടെ ഏരിയയിൽ പെയ്യുന്ന വെള്ളത്തെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക, സംരക്ഷിക്കാൻ പറ്റുക, ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുക, ശേഖരിക്കാൻ പറ്റുക. അതാണ് നമ്മുടെ ചോദ്യം. അതാണ് നമ്മുടെ 5 സ്റ്റാർ ചോദ്യം എന്ന് പറയാം. 5 സ്റ്റാർ ഇമ്പോർട്ടൻറ്റ്. 5 സ്റ്റാർ ചോദ്യമാണ്. ശ്രദ്ധിക്കണേ, അവസാനം വരെ കേൾക്കണം. ഹാർവെസ്റ്റിംഗ് റെയിൻ വാട്ടർ ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി. മഴവെള്ളം ഇല്ലാത്ത അവസ്ഥ നമുക്കങ്ങ് പരിഹരിച്ചേക്കാം. എങ്ങനെ? 2 രീതിയിൽ നമുക്ക് പരിഹരിക്കാം. ഒന്നാമത്തത് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മേൽക്കൂര മഴവെള്ള സംഭരണം. നമ്മുടെ വീടിൻ്റെ മുകളിൽ പെയ്യുന്ന, മേൽക്കൂര എന്ന് വെച്ചാൽ വീടിൻ്റെ മേൽക്കൂര, റൂഫ്. ആ റൂഫിൽ പെയ്യുന്ന വെള്ളമെല്ലാം നമുക്ക് സംഭരിച്ചു വെക്കാം. അടുത്തത് സർഫേസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ്. ഇതെന്താ? നമ്മുടെ നാട്ടിലൊരു മഴ പെയ്യുന്ന സമയത്ത് പുഴയിലേക്ക് വെള്ളം കൂടും, ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ടാകും.
മറ്റേ കാട്ടുചോല അങ്ങനെയുള്ള ഒരുപാടൊക്കെ പറയാറുണ്ട്, സ്ട്രീമുകളൊക്കെ. ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒഴുകി പോകുന്ന വെള്ളത്തെ തടഞ്ഞു വെച്ചിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ഈ രണ്ടും എങ്ങനെയാണ് പോസിബിൾ ആവാം? മേൽക്കൂര മഴവെള്ള സംഭരണം, അതായത് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ പെയ്യുന്ന മഴവെള്ളത്തെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ഹൗ? എങ്ങനെ? The level of the underground water can be raised either by draining the water to the ground or by collecting its storage tank. ഒന്നും മനസ്സിലായില്ല. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ മുകളിൽ പെയ്യുന്ന മഴ, ആ മഴവെള്ളത്തെ നമ്മളൊരു കുഴലിലാക്കി ഇങ്ങനെ ഇറക്കും. എന്ന് വെച്ചാൽ റൂഫിൻ്റെ മുകളിൽ നിന്ന് അതെല്ലാം കളക്ട് ചെയ്ത് ഒരു ട്യൂബിലൂടെ അല്ലെങ്കിൽ ഒരു കുഴലിലൂടെ, മീൻസ് നമ്മൾ പറയുന്നതിൻ്റെ പേര് പറയാം പമ്പിലൂടെ, ഓക്കെ, താഴോട്ടേക്ക് ഇറക്കും. പൈപ്പ് എന്ന് പറയും, പൈപ്പിലൂടെ ഇറക്കും. ഒന്നെങ്കിൽ അത് ഭൂമിക്കടിയിലേക്ക് കിണറിലൂടെ താഴോട്ട് ഇറക്കിയിട്ട് എന്താ പറയുക സോയിലിൽ ഗ്രൗണ്ട് വാട്ടറായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലൊരു ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കിലേക്ക് പ്യൂരിഫൈ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ടങ്ക എന്ന് പറയും, ടങ്ക രാജസ്ഥാനിലൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെങ്കിൽ അത് ഗ്രൗണ്ട് വാട്ടർ ആയിട്ട്, അണ്ടർഗ്രൗണ്ട് വാട്ടർ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, വാട്ടർ ലെവൽ റൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോറേജ് ടാങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റും. റൂഫിൽ പെയ്യുന്ന മഴവെള്ളത്തെ മുഴുവനായിട്ട് നമുക്ക് സ്റ്റോറേജ് ടാങ്കിൽ ഒന്നെങ്കിൽ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ കളക്ട് ചെയ്യാം? അണ്ടർഗ്രൗണ്ട് വാട്ടറായിട്ട് സ്റ്റോർ ചെയ്യാം. അതിനൊഴുകി പോകാൻ സമ്മതിക്കരുത്. ഓക്കെ, അത്രയേ ഉള്ളൂ. കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികൾ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് ഭൂഗർഭ ജലത്തിന്റെ വിധാനം എന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ പറയും ലെവല്, അതങ്ങനെ ഉയർത്തി വരാൻ പറ്റും. ഓക്കെ, യെസ്, ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് സ്റ്റോറേജ് ഓഫ് സർഫേസ് റൺ ഓഫ്, ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണം. എങ്ങനെയാണ് ഈ സർഫേസ് റൺ ഓഫ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, ആക്ടിവിറ്റീസ് ഫോർ കളക്ടിങ് ആൻഡ് സ്റ്റോറിംഗ് ഓഫ് റെയിൻ വാട്ടർ ഇൻ ദ സോയിൽ, കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ടെറസ് ഫാമിംഗ്. ഇതൊക്കെയാണ് കാര്യം. എങ്ങനെയാണ് മണ്ണിലേക്ക് ഈ ഒഴുകി പോകുന്ന വെള്ളത്തെ ഭൂമിക്കടിയിലേക്ക് ഇറക്കാൻ പറ്റുക? ഒന്നാമത്തത് കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ശരിയല്ലേ? വയലുകളൊക്കെ സംരക്ഷിക്കുക, വയലൊന്നും മണ്ണിട്ട് നികത്താൻ പാടില്ല. പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഡീഫോറസ്റ്റേഷനൊക്കെ ഇല്ലാതാക്കുക, അഫോറസ്റ്റേഷൻ പ്രോത്സാഹിപ്പിക്കുക. വനസംരക്ഷണം, ടെറസ് ഫാമിംഗ്. സാർ മനസ്സിലായില്ല. ഒരു കുന്നിൻ ചെരിവുണ്ടെങ്കിൽ ആ കുന്നിൻ ചെരിവിൽ നമ്മളിങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മണ്ണൊലിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, മഴവെള്ളം മൊത്തമായിട്ട് ഒഴുകിപ്പോകും. ഓക്കെ, മഴ പെയ്താൽ എല്ലാം കൂടെ ഒഴുകിപ്പോകും. ഇതിന് പകരമായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ടെറസ് ഫാമിംഗ് ആണ്. ആ കുന്നിൻ ചെരിവിനെ ടെറസാക്കി മാറ്റാം. ടെറസ് എന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടാക്കി മാറ്റാം. തട്ട് കൃഷി എന്ന് പറയും, തട്ട് കൃഷി. ഓക്കെ, അപ്പോൾ ആ തട്ട് കൃഷിയിൽ നമുക്ക് എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും? ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. തട്ടായിട്ട് കൃഷി ചെയ്യാം. അതേ ഉള്ളൂ, അതാണ് ടെറസ് ഫാമിംഗ്. നോക്കടാ, മൾച്ചിങ്, അതിന് ബഹുനില കൃഷി എന്നും കൂടെ പറയാറുണ്ട്. തട്ടു കൃഷിയുടെ വേറെ പേരാണ് ബഹുനില. ഓരോ നില മീൻസ് നിരകളായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, മൾച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈക്കോൽ എന്ന് പറയുന്ന സാധനം ഉണ്ട്. വൈക്കോൽ അറിയാവോ? ഈ പുല്ല് ഇതൊക്കെ ഇട്ടിട്ട് മഴവെള്ളത്തെ അല്ലെങ്കിൽ വെള്ളത്തെ ഭൂമിക്കടിയിലേക്ക് ഇറക്കുക, ഈർപ്പം നിലനിർത്തുക, വെള്ളത്തെ ഒഴുകി പോകാൻ സമ്മതിക്കാത്തൊരവസ്ഥ വരുത്തുക. കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാം, തടയണകൾ നിർമ്മിക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് മഡ്വാൾ, കയ്യാലകളൊക്കെ നിർമ്മിക്കുക. അതായത് രണ്ട് സൈഡിലും ബണ്ടൊക്കെ കെട്ടിയിട്ട് വെള്ളം പുറത്തോട്ട് ഒഴുകാൻ പറ്റാത്ത രീതിയിലൊക്കെ അതിനെ തടഞ്ഞു വെക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഡിഗിങ് റെയിൻ വാട്ടർ പ്രൊക്ലമേഷൻ പിറ്റ്, മഴക്കുഴികൾ നിർമ്മിക്കുക. ഇത് നിങ്ങൾ സ്കൂളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കും. സാർ, ഇതിൽ എത്ര എണ്ണം പഠിക്കണം? എത്ര എണ്ണം പഠിക്കണം? 4 5 പഠിക്കണം. 4 5. ഇതെന്തായാലും എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. എങ്ങനെയാണ് ഒരു റൺ ഓഫ് വാട്ടറിനെ, സർഫസ് റൺ ഓഫിനെ തടഞ്ഞു വെച്ചിട്ട് റെയിൻ വാട്ടറിനെ ഹാർവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്റ്റോർ ചെയ്യാം? ഇതിങ്ങനെയാണ്. ഓക്കെ, നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കണം. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഭാഗമാണ്. സോ ബി കെയർഫുൾ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എനിവേ നമ്മൾ എത്ര മാർക്ക് ഉറപ്പിച്ചു? 5 അല്ലെങ്കിൽ 4 മാർക്ക് ഉറപ്പിച്ചു. താങ്ക് യു സോ മച്ച്. ബാക്കി കഥകളുമായിട്ട് നമുക്ക് ലൈവുകളിൽ ലൈവിൽ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ. താങ്ക് യു, ബൈ, സി യു. ഒരു കമൻറ്റ് താഴെ.